കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടാണ് 41A നോട്ടീസ് കൊടുക്കുന്നത്. മുഴുവൻ നിയമം ലംഘിക്കുകയാണ്. അതുപോലെ സെക്ഷൻ 333 എടുത്ത്, സെക്ഷൻ 333 എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാൾക്ക് പരിക്കേൽപ്പിക്കണമെന്നുള്ള മനഃപൂർവ്വമായ ഉദ്ദേശത്തോടുകൂടി ആയുധം ഉപയോഗിച്ച് ചെയ്തെന്നാണ്. 10 വർഷത്തെ തടവ് ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കേസാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ചെയ്തെന്നൊരു കേസ് പോലീസിനുണ്ടോ? വ്യക്തിപരമായി അത് ആരെങ്കിലും പരിക്കേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ചെയ്തോ? എന്നിട്ട് 10 വർഷം തടവ് ശിക്ഷ കിട്ടുന്ന കേസ്. ഷൂവെന്നും പറഞ്ഞ് എറണാകുളത്ത് വധശ്രമത്തിന് കേസെടുത്ത് വഷളായി പോയതാണ് സർക്കാർ, വഷളായി പോയതാണ്. അപ്പൊ നിയമവിരുദ്ധമായിട്ടാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, നിയമവിരുദ്ധമായിട്ട്. എന്നിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്ഷേപം ഉന്നയിക്കുകയാണ്, വ്യാജ സർട്ടിഫിക്കറ്റ്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഗവൺമെന്റിനെയും CPM-നെയും. രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് തെളിയിക്കാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. രോഗം ബാധിച്ച ഒരാൾ ചികിത്സ തേടുന്നതിന് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയുന്ന ഈ വിവരക്കേട് എന്തു രാഷ്ട്രീയമാണിത്? എത്ര വില കുറഞ്ഞ രാഷ്ട്രീയമാണ്? ആർക്കും അസുഖം വരാൻ പാടില്ലേ? പോലീസ് മർദ്ദനത്തിലാണ് അദ്ദേഹത്തിന്റെ ശിരസിൽ പരിക്കേറ്റത് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. ഞങ്ങളെ പ്രധാനപ്പെട്ടവരെല്ലാം, ഞാൻ സ്ഥലത്തില്ലായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആശുപത്രിയിൽ പോയി രാഹുലിനെ കണ്ടതാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിൽ. ഞങ്ങൾ ഒരു കുറെ കൂടെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ബാംഗ്ലൂരിലേക്ക് 15-ാം തീയതി കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. പിന്നെ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. ഞങ്ങൾക്ക് ഭയം ഉണ്ടായിരുന്നു.